അപ്പോൾ 2010 ഒരു തമിഴ് പടം കേരളത്തിലും ശ്രദ്ധിക്കപ്പെടുന്നു. അതിലെ പാട്ടുകൾ ഇവിടെയും വൻ ഹിറ്റാവുന്നു. സിനിമയുടെ പേര് പയ്യ, നായകൻ സൂര്യയുടെ അനിയൻ കാർത്തി. ആ പടത്തിന്റെ മ്യൂസിക് ചെയ്തിരുന്നത് യുവൻ ശങ്കർ രാജ. അന്ന് എന്റെ അറിവിൽ അതായിരുന്നു കാർത്തിയുടെ ആദ്യ ചിത്രം. അയാൾ അതിനു മുൻപും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു റഗ്ഡ് ലുക്കിൽ വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന കാര്യമൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ ഈ പയ്യ ഇറങ്ങിയ അതേ വർഷം തന്നെ ഇതേ കാർത്തിയുടെ മറ്റൊരു ചിത്രം പുറത്തിറങ്ങുന്നു. ഇവിടെയും മ്യൂസിക് ഡയറക്ടർ യുവൻ ശങ്കർ രാജ. കാര്യം പയ്യ എന്ന സിനിമയിലെ പോലെ 6 പാട്ടും സൂപ്പർ ഹിറ്റ് ആയില്ലെങ്കിലും ഇതിലെ കണ്ണോരം കാതൽ വന്താൽ എന്ന പാട്ട് കേരളത്തിലും ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പോൾ യുവൻ ശങ്കർ രാജയുടെ തന്നെ ശബ്ദത്തിൽ വന്ന ആ ഒരു പാട്ടായിരുന്നു ഈ സിനിമ ശ്രദ്ധിക്കാനുള്ള ആദ്യ കാരണം. പക്ഷെ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അക്കാലത്ത് പയ്യ എന്ന സിനിമയ്ക്ക് കിട്ടിയ ആ ഒരു പോപ്പുലാരിറ്റി ഈ പടത്തിന് കിട്ടിയിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ആളുകൾ ഈ സിനിമ മൊബൈൽ ഫോണിലൂടെ കാണുകയും നല്ല രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മേൽപ്പറഞ്ഞ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു റൊമാൻസ് പടം, ഇനി അതല്ലെങ്കിൽ പയ്യെ പോലൊരു സ്ട്രേറ്റ് ഫോർവേഡ് കൊമേഴ്സ്യൽ പടം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പടം കുറച്ചുകൂടി ഇന്റൻസ് ആണ്. ഓൾസോ കുറച്ചുകൂടി ഡിസ്റ്റർബിംഗുമാണ്. വലിയ പിടിപാടുള്ള മന്ത്രി, MP, MLA അല്ലെങ്കിൽ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന കിങ് മേക്കേഴ്സ് ഇതുപോലുള്ള ടൈപ്പ് വില്ലന്മാരല്ലാതെ കുറച്ചുകൂടി റോ ആയിട്ടുള്ള എന്നാൽ അതീവ അക്രമകാരികളായ 3-4 പേരടങ്ങുന്ന ആ ഒരു വില്ലന്മാരുടെ സംഘം തന്നെയായിരുന്നു ഈ സിനിമയുടെ ഹൈലൈറ്റ്. അപ്പൊ ഞാൻ ഈ പടം ഇപ്പോൾ ഓർക്കാനുള്ള കാരണം ഇന്നലെ തെലുഗു മീം പേജിൽ ഒരു പോസ്റ്റ് കണ്ടു. ഈ പടം തമിഴിൽ വലിയ ഹിറ്റ് ആയിരുന്നില്ല, എന്നാൽ ഇറങ്ങിയ സമയത്ത് തന്നെ തെലുഗിൽ വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിവേസ്, നിങ്ങളിൽ ഈ പടം കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ച് വർഷം പിറകിലോട്ട് പോയി നമ്മുടെ പയ്യ ലുക്കിലുള്ള കാർത്തിയുടെ ഒരു സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് കണ്ടു നോക്കാം. പക്ഷെ കാര്യങ്ങളൊന്നും പയ്യെ പോലെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല, കുറച്ച് ഇന്റൻസ് ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ട് കാണുക.